സാംസങ്ങിൻ്റെ M05 മോഡൽ മൊബൈലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ വർക്കിംഗ് അല്ല. ഇതിൽ കുറേ ദിവസമായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷനും കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാതെ വെച്ചിരുന്ന ഒരു ഫോണാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കാണിക്കും. പക്ഷേ ഇവിടെ ഒന്നും ടച്ചോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യുന്നതല്ല. നമുക്ക് ഇതിനകത്ത് നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു സൊല്യൂഷനായിട്ട് പറയുന്നത് ഈ പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം അപ്പ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആയി കയറി വരുമെന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കി, പക്ഷെങ്കിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഈ ഒരു വിൻഡോയിലൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്. നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റീസ്റ്റാർട്ട് പവർ ഓഫ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെങ്കിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യണം. കൂടുതൽ ഫോണുകൾക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സോഫ്റ്റ്വെയർ ഫ്രീസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫാക്ടറി ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഇഷ്യൂ മാറി കിട്ടുന്നതായിരിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ അല്ലെങ്കിൽ ഫാക്ടറി റീസെറ്റിലൂടെ നമുക്ക് ഈ ഒരു ടച്ചിൻ്റെ ഇഷ്യൂ മാറ്റിയെടുക്കാൻ പറ്റും. ഒരു 60% ഫോണുകൾക്കും അങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട്. ഈ ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിന് പറ്റിയിരിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ പാനൽ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നോക്കി. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ഡിസ്പ്ലേ ഒന്നും വർക്ക് ചെയ്യാത്ത ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളപ്പോൾ അതിനായിട്ട് ഒരു OTG അഡാപ്റ്റർ മേടിച്ചിട്ടുണ്ട്. C ടൈപ്പ് ആണ്. ഇതിലേക്ക് നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മൗസ് നമ്മൾ ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഈ ഒരു മൊബൈലിലേക്ക് നമുക്ക് ഈ ഒരു OTG ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേ ഒന്ന് ഓൺ ആക്കിയാൽ എനിക്കിവിടെ കാണാൻ സാധിക്കും. ഇതുണ്ട് ഒരു മൗസ് പോയിൻ്റ് ഇതുവഴി ഇങ്ങനെ ഓടുന്ന കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സ്വൈപ്പ് ചെയ്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ നേരെ പവർ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഓൺ ആക്കിയാൽ ഇതേ നോക്കിയാൽ നമുക്ക് അല്ലാതെ ടച്ച് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോഫ്റ്റ്വെയർ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു OTG അഡാപ്റ്റർ 150 രൂപയെ ചിലവ് വരുന്നുള്ളൂ. ഇതുപയോഗിച്ച് നിങ്ങൾ ഈ പറയുന്ന ഫോണിൽ ഒന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുക. നമ്മളിപ്പോൾ ഈ ഒരു ഫോണിൽ ബോട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാര്യങ്ങളും എല്ലാം ഇന്നിപ്പം ചെയ്തതാണ്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെല്ലാം ചെയ്തു. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞ് റീസെറ്റ് ഫാക്ടറി റീസെറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് നോക്കിയാണ്. എന്നിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഇപ്പം വർക്കിംഗ് അല്ല. ഈ ഒരു ഫോണിന് സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ പാനൽ കംപ്ലൈൻ്റ് ആയിപ്പോയതാണ്. ഒരു 90% ഫോണുകൾക്കും ഇതേപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ അല്ലെങ്കിൽ ഫാക്ടറി റീസെറ്റിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കടയിൽ കൊടുത്ത് വലിയൊരു തുക കൊടുത്ത് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു 150 രൂപ കൊടുത്തൊരു OTG അഡാപ്റ്റർ മേടിച്ചിട്ട് ഇതേപോലെ ഒരു മൗസ് ഉപയോഗിച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൻ്റെ ആ ഒരു ടച്ച് ഇഷ്യൂ ഇവിടെ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.